ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടുണ്ട്, ഒരു സ്പീക്കർ പോലും കിട്ടുന്നില്ല. ഒരു സ്പീക്കർ സോണിയുടെ ഒരു 2-3 സൗണ്ട് ബാർ ഒന്ന് ചെയ്യാൻ പോവാണ്. S20R S40R ഓരോന്നിനും ഓരോ കംപ്ലൈൻറ്റുകളാണ്. ബോർഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട്, ഡിസ്പ്ലേ പോയതുണ്ട്, പിന്നെ ഊഫറിന് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട്, സൗണ്ട് ചില ചാനൽ കിട്ടാത്തതുകൊണ്ട്, അങ്ങനെ പോലെ പ്രശ്നമാണ്. എല്ലാം നിങ്ങൾ സൂക്ഷ്മമായി കാണുക. എല്ലാം തന്നെ ഒന്ന് ശരിയാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. എൻ്റെ മൊബൈൽ പ്ലേ ആണോ നോക്കി? അല്ല കൊണ്ടുവാ, ഇവിടെ കൊണ്ടുവാ, ഇവിടെ വെക്കാം. സെൻട്രോ ഇല്ല, സെൻട്രോ കിട്ടണമെന്നില്ല, 5.1. അപ്പം ഊഫർ അയക്കാം. ഊഫർ കിട്ടേണ്ട അത്യാവശ്യമാണല്ലോ, ഊഫർ കിട്ടണമല്ലോ. ഇത് കസ്റ്റമർ പാട്ടൊക്കെ പാടുമായിരുന്നെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഇത് ഭയങ്കര റഫായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ ഇവിടെ മുഴുവൻ ഇങ്ങനെ ഇത് കണ്ടോ, മൊത്തം പോറിച്ച് കംപ്ലീറ്റ് ഇവിടെ കണ്ടോ, കുത്തി വരച്ച് പോറിച്ച് ഇത് കണ്ടോ, ഇവിടെ മുഴുവൻ പോറിച്ച് വെട്ടിയാക്കിയിട്ടുണ്ട്. ആരോ ഉപേക്ഷിച്ചാന്ന് തോന്നുന്നു, വെട്ടിയാക്കിയിട്ട് വെച്ചിരിക്കുന്നു. ഇവിടെ അപ്പടി പോറിച്ച്, ഇത് ഈ സൈഡും പോറിച്ച് വരച്ച് വളരെ കെയർലെസ് ആയിട്ട് ഉപയോഗിച്ചൊരു സെറ്റാണ്. മണ്ടേ അപ്പടി പോറിച്ച് കംപ്ലൈൻ്റ് ആണ്. ഇതുകൊണ്ട് പശയൊക്കെ ഓവറായിട്ടിട്ട് കമ്പനി ഇത് കൂട്ട് പശ ഇടാറില്ല, ഇങ്ങനെ ഊരി വരുന്ന പശ ഇടുകയുള്ളൂ. ഇത് ചുമ്മാ ഊരി എടുക്കത്തില്ലാത്ത പോലെ കുറേ പശയും എല്ലാം ഇട്ട്. ശരിക്കും ഇത് പശ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കമ്പനി ആദ്യം ഒന്ന് ടൈറ്റായിട്ട് ഒരു പ്രത്യേക പശ ഇടുന്നത് വലിച്ചു കഴിഞ്ഞ് പോരുന്ന പശയാണ്. അതുപോലെ അല്ലാതെ ഇത് കൂട്ട് പശയല്ല, ഇത് തടിയതായത് മൊത്തം ഇങ്ങനെ പോരുന്ന ആ പ്രദേശം മുഴുവൻ പശയിട്ട്. ആരോട് പറയാം, ഒരു വിധത്തിലല്ല ഒരു വിധത്തിൽ ഊരിപ്പോരെന്നോർത്ത് പശയിട്ട് വിടുന്നതാണ്. അതാണ് കമ്പനി ഇത്രയും പശയിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇനിവേ റിപ്പയർ ചെയ്യേണ്ടെന്നായിരിക്കും എല്ലാവരുടെയും വിചാരം. അതിന് ഞാനെന്നെ ചെയ്യാൻ ചെറിയ രീതി കട്ട് ചെയ്തതോ. കടിച്ച് രണ്ട് വയറെല്ലാം കട്ട് ചെയ്ത് ഇത് കണ്ടോ. വയറിൻ്റെ കഷ്ണം കെട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള വയറ് ഇതാ ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു, വൈഫൈയുടെ. രണ്ട് സ്പീക്കർ ഇവിടെ ഉണ്ട്, ഇവിടെ കൊണ്ടുപോട്ടെ. കൊണ്ടുവരാം. സാറിനെ കാണണമെന്ന് പറഞ്ഞു.
ആ ഇത് ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഈ ലൈനാണ് അത് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. എലിപ്പനി പിടിക്കൂ. ഉണ്ടായിരുന്നു. മീറ്റർ ഇഞ്ഞെടുത്ത് ചെയ്തിട്ട് ഓക്കെ, അത്ര ഒന്ന് അറിഞ്ഞാൽ മതി. അത് നീ എൻ്റെ കസ്റ്റമറോട് സംസാരിക്കണം. അത് കഴിഞ്ഞ് ബാക്കി പണികൾ കേട്ടോ. എനിക്ക് ഊഫർ ചെയ്യണം. ഊഫർ എല്ലാം അയച്ചു. ഓക്കെ, പോരട്ടെ. അതിൻ്റെ ഞാൻ എടുക്കാം. ഇരുപത്തിയൊന്ന് വോൾട്ട്, 21 വോൾട്ട്. ഓക്കെ,
വലിയ സ്ക്രൂ ഡ്രൈവർ ഇതാണ്. സ്ക്രൂ ഒക്കെ നല്ല വെടിക്കെട്ട് സ്ക്രൂ അല്ലേ, നല്ല സ്ക്രൂ അല്ലേ, വിയറ്റ്നാം സ്ക്രൂ അല്ലേ, സോണിയുടെ സ്ക്രൂ അല്ലേ, വിയറ്റ്നാം കോളനി. ആ സിനിമ കണ്ടുകൊണ്ട് ചേട്ടൻ വിയറ്റ്നാം കോളനി. പണ്ടത്തെ ആ പണ്ടത്തെ മോഹൻലാലിൻ്റെ. സാമി വെജിറ്റേറിയനാണോ സാമി? എൻ്റെ പൊന്നെ, ഈ ഫോണിനെ കൊണ്ട് ഞാൻ തോറ്റു കിട്ടും. അതുമല്ലോ കസ്റ്റമർ തിരിച്ചു വിളിച്ചാണേലും ആ ഫോണിൽ നിൽക്കണം. മാർക്കറിഞ്ഞേ ഇത് ഇതിനകത്തുണ്ടല്ലോ പുതിയ മാർക്കർ. അറിയാതെ മാറ്റിക്കോ. അത് തന്നെയാണോ? നമ്പർ പറഞ്ഞ ചേട്ടാ. സിംഗപ്പൂരിൽ നിന്നാണ് സിംഗപ്പൂരിൽ നിന്നാരാണ്ട് വിളിച്ചതാ. ഇന്റർനാഷണൽ കോളുകളാണ്, എന്നാ ചെയ്യാൻ പറ്റും. വേറൊരു പാത്രം എടുക്കാം. അതാ ഒരു കോള് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റിയില്ലെന്ന് പറയുന്നത്. എല്ലാം പുറത്തുനിന്നൊക്കെ ആൾക്കാർ നമ്മളെ പ്രതീക്ഷിച്ച് വിളിക്കുമ്പോഴേ ഹലോ. ലെൻസ് തരോ?
എടുത്ത് നോക്കി. നമുക്കൊന്ന് കണക്ട് ചെയ്യാം, സെറ്റായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നു കേട്ടോ. ഇതൊന്ന് പിടിച്ചോ, ഇങ്ങോട്ട് ചെരിച്ച് പിടിച്ച് ഞാനിതെല്ലാം ഒന്ന് കുത്തട്ടെ. അല്ല, ഇത് ചെരിച്ച് പിടി. അത് പിടിക്കാൻ എനിക്കറിയത്തില്ല, ഞാൻ ചെരിച്ചല്ലേ പിടിച്ചിരിക്കുന്നു. അത്രയും വേണ്ട, എനിക്ക് എൻ്റെ മോന്താരോട്ട് അടിക്കണ്ട, നമുക്ക് കുത്താനുള്ളൊരു സൗകര്യത്തിന്. വ്യത്യാസം കിട്ടും. ഏ ഇടണ്ടേ? കിട്ടും. ഇപ്പം എവിടെ കിട്ടുന്നുണ്ടോ നോക്കി, റെക്കോർഡാകുന്നുണ്ടോ നോക്കി. ഇതോ അത് കാണത്തില്ല, കൈ കാണും. ഇപ്പം കാണാമോ? ഇപ്പം കാണാമോ? കാണാം കാണാം. ശരിയല്ല, നേരെ പിടിക്കും, നേരെ പിടിക്കും. എടുത്തു എടുത്തു കാണിച്ചു. വൃത്തിയാക്കട്ടെ. വെറുതെ അടുപ്പിച്ചെല്ലാം കൂടെ കാണിച്ചു. കത്തിയില്ല കേട്ടോ. ഫോൺ ശരിയായെന്ന് നോക്കിയായിരുന്നോ? ഫോൺ എന്തായിരിക്കും, എവിടെയായിരിക്കുന്നത് ചേച്ചി? ഫോൺ എവിടെയായിരിക്കുന്നത്? നിങ്ങളെയാണോ പിന്നെ ഫേസ്ബുക്കിൽ കിടക്കുന്നത്? ഞാൻ നിങ്ങളെ കാണണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അല്ല, കാസറ്റ് ഇങ്ങനെ ആൾക്കാര് അയച്ചു തരുന്നെന്ന് പറഞ്ഞ് അല്ലേ ഇട്ടിരുന്നല്ലേ? അപ്പൊ ഞാൻ നോട്ട് ചെയ്തെന്ന് വെച്ചാൽ എന്നെ പണ്ട് എനിക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു.
കാഞ്ഞിരപ്പള്ളി തന്നെ ഉണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എഡിറ്റിംഗ് സ്റ്റുഡിയോ ആയിരുന്നു. ആ ഏ ജെയ്സൺ ആ ആ ആ ആ ആ എനിക്കറിയാം. ആ മനസ്സിലായി. ഓക്കെ. ആ എനിക്ക് വി സി ഡി ലൈബ്രറി ഉണ്ടായിരുന്നു. സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ റെക്കോർഡിങ്, വീഡിയോ എഡിറ്റിംഗ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഒരു 1500 കല്യാണമെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ആ നമ്മളെ അൻവറില്ലേ, മറ്റേ പാലക്കാട്ടുള്ള അൻവറിന്റെ നിന്ന് ഞാൻ സിസ്റ്റം എടുത്ത് ചെയ്ത്. എനിക്ക് 3-4 സിസ്റ്റം ഉണ്ടായിരുന്നു. ആ എന്നായിരുന്നു അവരുടെ കടയുടെ പേരെന്നാ? ആ എനിക്കും അറിയത്തില്ല. എല്ലാ ആ ഫീൽഡെല്ലാം പോയല്ലോ. ഇപ്പൊ എഡിറ്റിങ്ങിന് ഒരു മൊബൈല് മതിയല്ലോ. ആ ആ ആ യൂണീക്ക്. അതെ കനാപ്പസ്. ആ ആ ഞാൻ 150 രൂപയ്ക്ക് പണ്ട് ഈ സ്റ്റുഡിയോ ഇഷ്ടംപോലെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കാർഡ്. എനിക്ക് കനാപ്പസിന്റെ കാർഡ് ഇരിപ്പുണ്ട്. കനാപ്പസ് കുറെ ക്രിയേറ്റീവ് ആൻഡിന്റെ എല്ലാം കാർഡൊക്കെ ഇരിപ്പുണ്ട്. കമ്പ്യൂട്ടറൊക്കെ ഞാൻ അതേപടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറൊന്നും ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല. VCR വർക്ക് ചെയ്യുന്നൊന്നും കാണുകയല്ല നിങ്ങൾ. ആ ആ ആ ആ മനസ്സിലായി. ആ അല്ല 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 ആ ആ ആ അതായത് സ്പീഡ് റണ്ണിങ്ങിന്റെ ടൈമിങ് മാറിപ്പോകുന്ന. അല്ല എന്റെ ഒരു 2-3 സുഹൃത്തുക്കളെ ഇപ്പൊ എത്ര VCR ഉണ്ട് കയ്യില്? ആ ആ ആ ആ ഓഹോ നോക്കാം നമുക്ക്. ഓക്കെ. ആ ഈ ആ അതെ അല്ലേ. ഓക്കെ. ആ
പേരെങ്ങനെയാ? നമ്മുടെ കടയുടെ പേരെങ്ങനെയാ? സ്ഥലം പെരുമ്പാവൂരോ? ഓക്കെ ഓക്കെ. ഞാനേ ഫേസ്ബുക്കിലായി അവർ കാണും സെറ്റ് ചെയ്യുന്നു. കോൺവെക്സിൻ്റെ അത് തപ്പുമായിരുന്നു ഇത്ര നേരം. അത് പുതിയ റിമോട്ടാണോ? ആ ആ പാത്രത്തിൽ കിടന്നേ? അത് ഞാനൊരു കൂടിനകത്ത് 21. 21 വോൾട്ടാണിത്. പുതിയ പവർ സപ്ലൈ വെച്ചതായത്. ഞാൻ ഡേറ്റ് ഇട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വീഡിയോ എടുത്തോളൂ. ഇതെടുത്ത തിന്നറിച്ച് കേട്ടോ, തിന്നറിഞ്ഞു. നീ വീഡിയോ വിളിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ വന്നാൽ മതി. അല്ല നീ അങ്ങോട്ട് വിളിച്ച ആള് കളിക്കണം. ഇല്ലേ വിളി. എല്ലാം മുറുക്കേണ്ട കാര്യമൊന്നുമില്ല. പുതിയ ബോർഡ് ഇവിടെ പഠിപ്പിക്കാം. ഓക്കെ, മതി. അടച്ചു വിട്ടോ. ആ സ്ക്രൂ എല്ലാം കൂടെ ഒരു 2 സ്ക്രൂ പുറത്ത് വെച്ചിട്ട് ബാക്കി പൊതിഞ്ഞ് വെച്ച് ഇതിനകത്ത് വെക്കാം. ആ 2 പുറത്തിടാനേ 3 എടുത്ത് പൊതിഞ്ഞതിനകത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഓരോ ഹോം തിയേറ്ററിനും ഓരോ കംപ്ലൈൻറ്റുകളാണ്. ഒന്നിൻ്റെ ഡിസ്പ്ലേക്ക് കംപ്ലൈൻ്റ് ആണ്, ഒരെണ്ണത്തിൻ്റെ സബ്ബൂഫർ എലി കയറി കട്ട് ചെയ്തു, ലൈൻ കട്ട് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നമാണ്. അപ്പോൾ സബ്ബൂഫർ റെഡിയാക്കണം, ഡിസ്പ്ലേ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരണം. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലത്തിന് അതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് അതിൻ്റെ സ്ക്രൂ ഒന്നും നഷ്ടപ്പെടാതെ എടുത്ത് വെക്കുകയാണ്. സ്പെയർ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഫുള്ള് വർക്കിംഗ് വീഡിയോ ഇട്ട് തരാം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഇത് മാറ്റി വെച്ചാലേ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ സെറ്റ് പൂർവ്വസ്ഥിതിയിലാക്കി തൽക്കാലത്തേന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെയാണ് കേട്ടോ പുതിയ ചേട്ടൻ മുറുക്കാൻ പോയി പ്രതിയുന്നത്. അതാണ് സ്കൂളും ഈ ചേട്ടൻ ഇരിക്കുന്ന കസേരയിൽ കൂടി മേശക്കൂടി സ്റ്റൂളെ കൂടി സാധനം വെക്കുകയുള്ളൂ. ഇരിക്കുന്നത് ഇരിക്കാനുള്ളതാണ്, അതെല്ലാം ഒരു സാധനവും വെച്ചേക്കല്ല. പണ്ടൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കുഴപ്പമാണ്. അവിടെ ജോലിക്ക് ആൾക്കാരുടെ കുഴപ്പമാണ്.
എന്നിട്ടും ഇത്ര കറണ്ട് ഇവിടെ വരുന്നല്ലോ എന്നൊരു അത്ഭുതത്തിലാണ് ഞാൻ. ജോസൂട്ടി കൊണ്ടുപോയപ്പോ അവൻ പിന്നെ വിളക്കൂതിയാന്ന് എനിക്ക് അറിയാമായിരുന്നു. എല്ലാ ഈ കൂട്ടൈറ്റമാണ് ഈ KCB-യിലുള്ളത്. ഇപ്പോഴാണ്